കാലിക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ശ്രേയ. മഷാരിഫ. അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ വെച്ച് നടന്ന കാലിക്കറ്റ് സർവകലാശാല ബി സോൺ 2024-25 മത്സര ഇനങ്ങളുടെ ഫിക്ചർ മീറ്റിംഗ് മാനേജർ PK മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല ബി സോൺ 2024-25 വർഷത്തേക്കുള്ള മത്സര ഇനങ്ങളുടെ വേദികൾ തീരുമാനമായി. ഫുട്ബോൾ EMEA കോളേജ് കൊണ്ടോട്ടി, ടെക്സ്ഫോർഡ് കോളേജ് കാളികാവ് എന്നിവിടങ്ങളിൽ നടക്കും. ക്രിക്കറ്റ് അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പെരിന്തൽമണ്ണ, MES കോളേജ് പൊന്നാനി എന്നിവിടങ്ങളിലും നടക്കും. വോളിബോൾ PSMO കോളേജ് തിരൂരങ്ങാടി, ബാസ്കറ്റ്ബോൾ മാർത്താമ കോളേജ് ചുങ്കത്ര, കബഡി MES കോളേജ് മമ്പാട്, ബാഡ്മിൻ്റൺ ഗവൺമെൻറ് കോളേജ് കൊണ്ടോട്ടി എന്നിവിടങ്ങളിലും വെച്ച് നടത്താൻ തീരുമാനമായി. അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കമ്പ്യൂട്ടർ വിഭാഗം ടെക് ടോക്ക് എന്ന പുതിയ പരിപാടിക്ക് തുടക്കം കുറിച്ചു. 19 ആഗസ്റ്റ് 2024 ഫസ്റ്റ് സെമിസ്റ്റർ വിദ്യാർത്ഥിനിയായ സൻഹ PV ആണ് സംസാരിച്ചത്. നിർമ്മിത ബുദ്ധിയുടെ ഭാവി എന്ന വിഷയത്തിലാണ് സംസാരിച്ചത്. നിർമ്മിത ബുദ്ധിയുടെ സാങ്കേതിക വിദ്യകളിലെ നൂതന ആശയങ്ങൾ, മെഷീൻ ലേണിംഗ്, ഭാവി സാധ്യതകൾ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് പരിപാടി അവതരിപ്പിച്ചത്. അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് വിഭാഗം അന്താരാഷ്ട്ര ന്യൂട്രി വീക്ക് ആചരിച്ചു. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിനാവശ്യമായ പോഷകസമൃദ്ധമായ ആഹാരശൈലിയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയാണ് ന്യൂട്രി വീക്ക്. ഇതിൻ്റെ ഭാഗമായി ടേസ്റ്റ് ക്വസ്റ്റ്, ന്യൂട്രീഷൻ നോളേജ് ചലഞ്ച്, ന്യൂട്രി ഫെസ്റ്റ്, ബോഡി മാസ് ഇൻഡെക്സ് ചെക്കിംഗ് എന്നിങ്ങനെ വിവിധതരം പരിപാടികൾ സംഘടിപ്പിച്ചു. കോളേജിൽ ഈ വർഷം ആരംഭിച്ച BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ, വകുപ്പ് മേധാവി സജല മോൾ എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. 2024 സെപ്റ്റംബർ 2 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം കോളേജ് വിദ്യാർത്ഥികൾക്കായി അക്കാസ് പ്രീമിയർ ലീഗ് എന്ന പേരിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 7, 2024 പ്രിൻസിപ്പൽ ഡോക്ടർ കമാലുദ്ദീൻ KT പരിപാടികളുടെ ഉദ്ഘാടനം നടത്തി. കോളേജ് വിദ്യാർത്ഥികൾ 14 ടീമുകളായി ടൂർണമെന്റിൽ പങ്കെടുത്തു. BA എക്കണോമിക്സ് 5ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ ടീം വിജയികളായി. വാർത്തകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് മഷാരിഫയും ശ്രേയയും. നന്ദി.